റോഡിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് വട്ടം മറിഞ്ഞ ലോറി ഇപ്പോൾ ഉയർത്തുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. എറണാകുളം വൈറ്റില പാലാരിവട്ടം പാതയിൽ പാലാരിവട്ടത്തിന് സമീപമാണ് ഇന്ന് രാവിലെ 6:30 ഈ അപകടമുണ്ടാകുന്നത്. അമിത ലോഡുമായി വന്ന ഒരു നാഷണൽ പെർമിറ്റ് ലോറിയാണ് ഈ റോഡിൽ മറിഞ്ഞത്. അപകടത്തിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്കാണ് നിസ്സാര പരിക്ക് ഏറ്റിരിക്കുന്നത്. അവരെ 3 പേരെയും ഇപ്പോൾ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലോറിയിലുണ്ടായിരുന്ന തടി മുഴുവൻ ഈ പ്രദേശത്ത് നിരന്ന് കിടക്കുകയാണ്. മേഖലയിൽ ഭാഗികമായ ഗതാഗത തടസ്സവും അനുഭവപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ മേഖലയിലേക്കുള്ള റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമം നടക്കുകയാണ്. പോലീസ് അധികൃതർ സ്ഥലത്തുണ്ട്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 6:30 ഈ അപകടമുണ്ടാകുന്നത്. ലോഡുമായി വന്ന ലോറി ഈ റോഡിലേക്ക് ഒരു വശത്തേക്ക് ചെരിയുകയായിരുന്നു. ഈ ലോഡ് മുഴുവൻ റോഡിലേക്കും സമീപത്തുള്ള സമാന്തര പാതയിലേക്കും സർവീസ് റോഡിലേക്കും നിരന്ന് കിടക്കുകയാണ്. എന്നാൽ അതുവഴി വാഹനങ്ങൾ പോകുന്നതുമുണ്ട്. ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് വാഹനം, അതായത് നാഷണൽ പെർമിറ്റ് ലോറി ഉയർത്തുന്നതിനുള്ള ശ്രമം നടന്നു വരികയാണ്. പോലീസ് അധികൃതർ പോലീസിൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഗതാഗതമുള്ളത്. ഈ വശത്തേക്കുള്ള ഗതാഗതം ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് ഈ ലോറി ഉയർത്തുന്നതിനായുള്ള ശ്രമം നടത്തുന്നത്. ഇന്ന് രാവിലെ 6:30 സംഭവം നടക്കുന്നത്. സംഭവം കണ്ട ഉടനെ സമീപവാസികൾ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ അഗ്നിശമന സേന അധികൃതരെ അറിയിക്കുകയും അവരെത്തിയാണ് ഈ വാഹനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 3 പേരെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിക്കുന്നത്. അതിൽ ഡ്രൈവറുടെ കാര്യമായ പരിക്കുകൾ ഇവർക്ക് 3 പേർക്കും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ വാഹനം എങ്ങനെയാണ് മറിഞ്ഞത്, അപകടത്തിൽപ്പെട്ടത് എങ്ങനെയാണെന്നുള്ളൊരു കൃത്യമായ വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നില്ല. ഈ വാഹനം ഒരു വശത്തേക്ക് ലോഡുമായി വന്ന് മറിയുകയായിരുന്നു. ഒരുപക്ഷെ അമിത ലോഡ് കയറ്റിയതാകാം ഈ വാഹനം മറിയാനുള്ള ഒരു കാരണം എന്ന് ഒരു നിഗമനമുണ്ട്. എന്നാൽ അതിനകത്ത് പൂർണ്ണമായ ഒരു ഉത്തരം കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളൊന്നും തന്നെ മേഖലയിൽ ലഭ്യമായിട്ടില്ല. ഏതായാലും ഈ ഡ്രൈവർ ഉൾപ്പെടെയുള്ള വാഹനത്തിലുണ്ടായിരുന്ന 3 പേർക്കും വലിയ പരിക്കില്ല എന്നുള്ളത് അതൊരു ആശ്വാസകരം തന്നെയാണ്. ഏതായാലും അവർ ആശുപത്രിയിൽ അവരെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ മേഖലയിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു റോഡാണ്. പാലാരിവട്ടം മേൽപ്പാലത്തിന് സമീപമാണ്. വൈറ്റിലയിൽ നിന്നും പാലാരിവട്ടത്തേക്കുള്ള റോഡിലാണ് ഈ അപകടം. പാലാരിവട്ടത്തിന് സമീപം തന്നെയാണ് ഈ അപകടമുണ്ടായത്. ഇവിടെ വാഹനങ്ങളുടെ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. ഈ വാഹനം ഒരു വശത്തുകൂടി മാത്രമാണ് വാഹനങ്ങൾ പോയിരുന്നത്. ഏതായാലും പോലീസ് ഉടൻ തന്നെ ഈ വാഹനം ഇവിടുന്ന് മാറ്റി ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഉടൻ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പാലാരിവട്ടം പോലീസാണ് എത്തിയിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അഗ്നിശമന സേന എത്തിയാണ് ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനിയും ഈ ലോഡ് ഇവിടെ കിടക്കുന്ന തടി ഉൾപ്പെടെ മാറ്റി ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതിന് അഗ്നിശമന സേന ആളുകൾ എത്തിയതിന് ശേഷമായിരിക്കാം ഈ തടികളെല്ലാം ഈ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റുന്നത്. ഇന്ന് രാവിലെയാണ് പെരുമ്പാവൂരിലേക്ക് പോയതെന്ന് കരുതുന്ന ഒരു വാഹനമാണ് ഈ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അതായത് വാഹനം വട്ടം മറിയുകയായിരുന്നു. റോഡിൻ്റെ ഒരു വശത്തേക്കാണ് മറിഞ്ഞത്. ഏതായാലും ഈ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ അപകടങ്ങൾ നടന്നിരുന്നു. ദേശീയപാതയാണ്, ആലപ്പുഴയിലേക്ക് പോകുന്ന വൈറ്റില ഉൾപ്പെടുന്ന ദേശീയപാതയാണ്. ഇവിടെയാണ് നിരവധി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നു. KSRTC ബസ്സുകൾ അപകടത്തിൽപ്പെടുന്നു, ബൈക്ക് യാത്രികർ അപകടത്തിൽപ്പെട്ടിരുന്നു. അങ്ങനെ നിരന്തരമായ അപകടം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെയും ഒരു അപകടത്തിൻ്റെ വാർത്ത കണ്ടാണ് എറണാകുളം സിറ്റി നഗരം ഞെട്ടി ഉണർന്നത്. അത്തരത്തിൽ നിരവധി അപകടങ്ങൾ ഈ പാതയിലാണ്. ഈ പാതയിലൂടെയുള്ള അമിത വേഗതയാണോ ഈ അപകടത്തിന് കാരണം എന്ന് നമുക്ക് കരുതുന്നു. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അഗ്നിശമന സേന ഉദ്യോഗസ്ഥരെത്തിയാണ് ഈ വാഹനത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നിരുന്നവരെ പുറത്ത് എടുത്തി അവരെ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവരുടെ പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ആദ്യം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുന്നതിന് വേണ്ടി 2 ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തുന്നതിനുള്ള ശ്രമം നടന്നിരിക്കുന്നു. അതിപ്പോൾ അവിടെ നിന്നും അത് കൃത്യമായി സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വീണ്ടും അവർ ജോലി ഇപ്പോൾ അവർ നിർത്തിവച്ചിരിക്കുകയാണ്. വീണ്ടും ക്രെയിനുകൾ എത്തിക്കണം വേണ്ടി വരുമോ എന്നുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അത്തരത്തിൽ ഈ റോഡിൽ തന്നെ വാഹനം ഇങ്ങനെ കിടക്കുന്നത് അല്പസമയത്തിന് ശേഷം വലിയ ഗതാഗത കുരുക്കിലേക്ക് നഗരം മാറുന്നതിന് സാധ്യതയുണ്ട്. കാരണം അത്തരത്തിൽ ഉള്ള നിരവധി വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന ഒരു പാതയാണ്, പ്രധാന പാതയാണ്. ഇപ്പോൾ ഈ ഒരു വരി മാത്രമായാണ് വാഹനം കടന്നു പോകുന്നത്. ഇപ്പോൾ വാഹനം കടത്തിവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു വരിയായി മാത്രം കടന്നു പോകുന്ന ഈ വാഹനം
അല്പസമയത്തിന് ശേഷം തിരക്കുകൾ വർദ്ധിക്കുന്നതോടെ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. വൈറ്റില വട്ടം പാതയിലാണ് ഈ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത്. ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ്. JCB ഉപയോഗിച്ച് ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തുന്നതിനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഈ സമീപത്ത് തന്നെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി തടിയുമായി കടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ അമിത വേഗതയുമായി എത്തുന്ന വാഹനങ്ങളായിരിക്കാം അപകടത്തിലുണ്ട്. ഒരു ഭാഗത്തേക്ക് തന്നെ ചെരിഞ്ഞ് ഒരുപക്ഷെ ലോഡിൻ്റെ അമിതമായ ലോഡുള്ളതിനാൽ ഒരു ഭാഗത്തേക്ക് തന്നെ ചരിഞ്ഞ് അപകടം സംഭവിച്ച് ആണ് എന്ന് നമുക്ക് കരുതാൻ കഴിയും. ഏതായാലും ഇത്തരത്തിൽ ആണ് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. 6:30യോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഈ സമീപത്തൊന്നും തന്നെ വാഹനയാത്രികരില്ലാത്തത്, ആളുകൾ നടന്നു പോകാത്തത്, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു അപകടം ഉണ്ടാകാതെ അത്തരത്തിലുള്ളൊരു അപകടം സംഭവിക്കാതിരുന്നു. അതൊരു ആശ്വാസകരമായി മാറിയിരിക്കുകയാണ്. ഏതായാലും ഈ തടികൾ ഈ വാഹനത്തിൽ നിന്നും പുറത്ത് ഈ ലോറിയിൽ നിന്നും അവശേഷിക്കുന്ന കുറച്ച് തടികൾ ലോറിയിൽ കിടപ്പുണ്ട്. അവയെല്ലാം ഇപ്പോൾ ഈ ലോറിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ആണ് ക്രെയിൻ ഉപയോഗിച്ച് ഒരു വശത്തേക്ക് ലോറി ഉയർത്തുന്നത്. അതിനായി റോഡ് ബ്ലോക്ക് ചെയ്യേണ്ടതുണ്ട്. നിരവധി വാഹനങ്ങൾ, നൂറുകണക്കിനായ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ്. ആ വാഹനങ്ങൾ ഇപ്പോൾ ബ്ലോക്ക് ചെയ്തതിന് വേണ്ടി മാത്രമേ നമുക്ക് അത്തരത്തിൽ ആ വാഹനങ്ങൾ മാറ്റിയതിന് ശേഷം മാത്രമേ ഈ ലോറി ഇവിടെ ഉയർത്തുവാൻ കഴിയുകയുള്ളൂ. നാഷണൽ പെർമിറ്റ് ലോറിയാണ്. ഇത്തരത്തിൽ വാഹനം തടി ലോറി കയറ്റി വന്ന ലോറിയാണ്. ഈ ലോറിയാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടത്. ഈ ലോറിയിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് നിസ്സാര പരിക്കുകൾ മാത്രം ഏറ്റു എന്നുള്ളതാണ് ഒരു ആശ്വാസം. ഏതായാലും ഈ വാഹനം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ക്രെയിൻ ഉപയോഗിച്ച് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഉയർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. എടുത്തു പറയേണ്ടത് ഇത് അമിത ലോഡുമായി വന്ന ഒരു വാഹനമാണെന്ന് സംശയിക്കുന്നു. കാരണം ഈ റോഡിൽ പരന്നു കിടക്കുന്ന തടി കാണുമ്പോൾ തന്നെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന തടികളാണോ എന്നൊരു സംശയവും ഉന്നയിക്കുന്നുണ്ടോ. അങ്ങനെയുള്ള അത്തരത്തിലുള്ളൊരു സംശയവും ഉയരുന്നുണ്ട്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും എത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു പരിശോധനയും മോട്ടോർ വാഹന വകുപ്പിൻ്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ഇപ്പോൾ ഈ വാഹനം ഉടൻ തന്നെ എത്രയും വേഗം തന്നെ നീക്കുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. ക്യാമറമാൻ വിവേക് ജീവനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV, കൊച്ചി.